ഹായ് ഫ്രണ്ട്സ്, UK വന്നിട്ട് ലണ്ടൻ സിറ്റി കാണാൻ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും അല്ലേ? ലണ്ടൻ സിറ്റി എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഐക്കോണിക് ഇമേജ് എന്ന് പറയുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ ആണല്ലേ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലണ്ടനിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ഹിസ്റ്റോറിക്കൽ പ്ലേസായ ടവർ ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ. ആക്ച്വലി UK വന്നിട്ട് കുറച്ച് മാസങ്ങളായെങ്കിലും ഓരോ അവധിയും വെച്ച് നമ്മൾ ലണ്ടൻ സിറ്റി കാണാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങി. അന്ന് -1 ആയിരുന്നു കേട്ടോ. കൊടും തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും തണുപ്പാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഐസ് കട്ടയായി പോവും. വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഹീറ്റർ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. വെളിയിൽ ഇറങ്ങുമ്പോഴും നമുക്ക് ഫുള്ളായിട്ടും കവർ ചെയ്യേണ്ടി വരും. എന്നാലും ഭയങ്കര തണുപ്പാണ്, പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലണ്ടൻ സിറ്റിയിലോട്ട് നമുക്ക് ബസ്സിലും പോകാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനും പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നോർമൽ ട്രെയിനിൽ കയറിയിട്ട് ലണ്ടനിലോട്ട് നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, അതായത് ട്യൂബ് എന്നാണ് പറയുന്നത്, ആ ട്യൂബിലൂടെ കയറിയിട്ട് വേണം നമ്മൾ ലണ്ടൻ സിറ്റിയിൽ ഇറങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ നോക്കി നമുക്കത് വണ്ടി ഒതുക്കി ഒന്ന് പാർക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ വലിയൊരു നാഷണൽ പാർക്കിലേക്ക് കയറുന്ന ഒരു ഫീലാണ് നമുക്ക്. അത്രയ്ക്കും ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആണ്. ഓരോ വണ്ടിയും പാർക്ക് ചെയ്യാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്പേസൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വേണം നമ്മൾ വണ്ടി ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ മകനാണ് വണ്ടി ഓടിച്ച് ഞങ്ങളുടെ കൂടെ ലണ്ടൻ സിറ്റി കാണാനായിട്ട് വന്നത്. മകൾക്ക് കുഞ്ഞ് വാവയുള്ളത് കൊണ്ട് മകൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ UK പ്രകൃതി നമുക്ക് മനോഹാരിത പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീലാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ മഞ്ഞ് വീഴുന്ന തണുപ്പും ഈ പൈൻ മരങ്ങൾ ഇങ്ങനെ ചുറ്റും കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം വളരെ രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കി ഒന്ന് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് പരിസരം മാത്രമാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടാണ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരമൊക്കെ കാണുന്നത്. പിന്നെ കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ ട്രെയിനാണ്. നമ്മൾ ട്രെയിനിൽ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ പോകുന്നത് പോലെയല്ല തോന്നുന്നത്. നല്ലൊരു ടൂറിസ്റ്റ് ബസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആ ഒരു ഹൈജീനിക്കും ആ ഒരു ഒതുക്കവും അടക്കവും ഒക്കെയാണ് നമ്മൾ ഈ ട്രെയിനിൽ കാണുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിപ്പോൾ ഫ്ലൈറ്റിലിരിക്കുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. അത്രയും നല്ല വൃത്തിയും അത്രയും നല്ല ഒരു ഓർഗനൈസേഷനാണ്. ട്രെയിൻ സർവീസൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനകത്ത് നമ്മുടെ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, അതിൻ്റെ റെയിൽവേ ട്രാക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ടണലാണ്, ഒരു ടണൽ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം മാത്രമാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ഓരോ സ്റ്റേഷൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം മാത്രമാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ടണൽ രൂപത്തിൽ ഇങ്ങനെ പണിതിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ടണലാണത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കാണാം. കണ്ടോ, അതുപോലെ അതിനകത്ത് കൂടെയാണ് ട്രെയിൻ പോകുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റേഷനായിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെയിൻ ഇതാ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ട്രെയിൻ എന്നല്ല ഇവിടെ പറയുന്നത്, ട്യൂബ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഡോറ് ഓപ്പൺ ആവുന്നത് കാണാം. എല്ലാം കാണാനായിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ ട്യൂബിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇന്ന് ഓർത്ത് വയ്ക്കുന്ന ഒരു സംഭവമായിരിക്കും. അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്കത് കയറുമ്പോൾ അറിയാം. അപ്പം നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം ഇതിൻ്റെ താഴെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുകളിലത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എക്സിലേറ്ററിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് താഴെ കുത്തനെയുള്ള എക്സിലേറ്ററാണ്. വളഞ്ഞും പൊളഞ്ഞും താഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി നിൽക്കാം. ഇവിടെയാണ് നമുക്ക് ലണ്ടൻ സിറ്റിയിലേക്കുള്ള ട്യൂബ് വരുന്നത്.
അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി തന്നെ ട്രെയിൻ സ്റ്റോപ്പ് ആകുമ്പോൾ ഡോർ ഓപ്പണിംഗ് ആവും. ആരാ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു നോക്കി അവരെ പെറ്റായ ഡോഗിനെയൊക്കെ കൊണ്ടാണ് ആളുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, ട്രെയിനകത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം മഫ്ലർ മുഖത്തുനിന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ മൂക്കിലൊക്കെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ ട്രെയിൻ പോകുന്നത് 100-100-ലല്ല 100-200-ലാണ് കേട്ടോ. അത്രയ്ക്ക് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പറന്നു പോകുന്നതാണ് അണ്ടർഗ്രൗണ്ടിലെ ഈ ട്യൂബിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ലണ്ടൻ സിറ്റിയിലെത്തും. 2-3 സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ലണ്ടൻ സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ പറന്നു പോകുന്നു വിചാരിക്കും, തെറിച്ച് പോകുന്നൊക്കെ വിചാരിക്കും. അത്രയ്ക്ക് സ്പീഡിലാണ് കേട്ടോ. എന്നാൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. ആക്ച്വലി ഈ അണ്ടർഗ്രൗണ്ട് ട്യൂബിലൂടെയുള്ള യാത്ര ഒരു പറക്കുന്ന യാത്രയാണ് കേട്ടോ. ഇതൊരു പറക്കും ട്രെയിനാണെന്ന് നമുക്ക് പറയാം. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഡിസ്പ്ലേയിൽ നമുക്ക് സ്റ്റേഷൻ എവിടെയാണ് എത്തിയത് നമുക്ക് കാണിക്കുന്നുണ്ട്, നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് 1-2 സ്റ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്റ്റേഷൻ എന്ന് കാണിക്കും. അവിടെ നമുക്ക് ഇറങ്ങാം. ഡിസ്പ്ലേയിൽ കാണിക്കുക മാത്രമല്ല, അത് അനൗൺസും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജ് മെട്രോ സ്റ്റേഷൻ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. London Bridge. Change here for Jubilee and National Rail Services. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇനി നമുക്ക് മുകളിലോട്ട് എക്സിലേറ്ററിൽ പോയിട്ട് ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് എത്തണം. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ നമ്മളിവിടെ കടന്ന് നമ്മൾ ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ലണ്ടൻ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കിടക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലണ്ടൻ സിറ്റിയിലാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് നമ്മൾ കടന്നു വന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ബോർഡ് കാണാം. നമ്മൾ ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന കുറച്ച് ഇമേജുകളിലൊന്നാണ് ഈ ബസ്സിൻ്റെ ഈ പിക്ചർ അല്ലേ. അങ്ങനെ നമ്മൾ ലണ്ടൻ സ്ട്രീറ്റിലൂടെ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ്. ലണ്ടനിൽ ബിഗ് ബസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ബസ്സിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഓപ്പണിംഗ് ആയിരിക്കും. ടൂറിസ്റ്റുകൾക്കൊക്കെ ആ ബസ്സിൽ യാത്ര ചെയ്താൽ പ്രധാനപ്പെട്ട ലണ്ടനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ആ ബസ്സിലൂടെ യാത്ര ചെയ്ത് അവർ കൊണ്ടുപോയി നമ്മളെ കാണിക്കും, അതിൻ്റെ വിവരണങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. നമ്മളെന്തായാലും അതിലൊന്നും കയറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് UK-യിലെയും വെസ്റ്റേൺ യൂറോപ്പിലെയും ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ദി ഷാഡ് എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ദി ഷാഡ് യൂറോപ്പിലെ തന്നെ 7ാമത്തെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് 306 മീറ്റേഴ്സ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതായത് 1004 അടി ഉയരത്തിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ലണ്ടനിലെ ഐക്കോണിക് ഇമേജ് എന്ന് പറയുന്ന ടവർ ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ വന്ന് നിന്ന് സെൽഫിയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. നമ്മളീ കാണുന്നത് തേംസ് റിവറാണ്. ലണ്ടൻ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് തേംസ് റിവറിലാണ് കേട്ടോ. ടവർ ഓഫ് ലണ്ടൻ്റെ സമീപത്തായിട്ട് തേംസ് ഈ നദിയുടെ
കുറുകി നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഈ ടവർ ബ്രിഡ്ജ്. അതാണ് നമ്മൾ ദൂരെ കാണുന്നത്. ടവർ ബ്രിഡ്ജിന്റെ ചുറ്റുള്ള ആ ഒരു വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. തേംസ് നദിയുടെ തീരത്ത് കുറേയധികം റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഷോപ്പുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും ബ്രിഡ്ജ് നല്ല പുതുമയോടെ തന്നെയാണ് മെയിൻ്റെനൻസ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നല്ല ഇളം നീല നിറത്തിലും പച്ച നിറത്തിലുള്ള നല്ല ശുദ്ധമായ തേംസ് നദിയിലെ വെള്ളം, അത് കാണാനും അവിടെ നിന്ന് വരുന്ന നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള കാറ്റ്, അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ആസ്വദിക്കാനും കഴിയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. 1886 നിർമ്മാണം ആരംഭിച്ച ടവർ ബ്രിഡ്ജ് 1894 നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 1894 ജൂൺ 30 വെയിൽസ് രാജകുമാരൻ എഡ്വേർഡും വെയിൽസ് രാജകുമാരി അലക്സാണ്ടയും ചേർന്നാണ് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. ലണ്ടൻ ടവർ ബ്രിഡ്ജ് അല്ല, ലണ്ടൻ ബ്രിഡ്ജ് കേട്ടോ. ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് അങ്ങായിട്ട് കാണുന്ന, നമ്മൾ ഈ ഇമേജിൽ കാണുന്ന അതാണ് ആ പാലമാണ്. ഒരു സാധാരണ പാലമാണ് ലണ്ടൻ ബ്രിഡ്ജ്. തേംസ് നദിയിൽ കുറെ ബോട്ടുകൾ സഞ്ചരിക്കുന്നത് കാണാം. കൂടാതെ ഒരു വലിയ കപ്പൽ അവിടെ സ്റ്റേ ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഇമേജിൽ കാണുന്നതാണ് ആ വലിയൊരു കപ്പൽ. ഇതൊരു മ്യൂസിയം ഷിപ്പാണ് കേട്ടോ. നമുക്കതിൽ ടിക്കറ്റ് എടുത്താൽ അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഏകദേശം 244 മീറ്ററാണ് ഈ ബ്രിഡ്ജിന്റെ നീളം. ഗോപുരങ്ങൾക്ക് 61 മീറ്റർ ഉയരമുണ്ട്. പാലത്തിന്റെ ഇരുവശത്തും ഗ്ലാസ് കൊണ്ടുള്ള നടപ്പാതകളും കാണാം. പാലം മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്കും ഉയർത്തിയാണ് വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സൗകര്യം ഒരുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ടവർ ബ്രിഡ്ജിന്റെ താഴെയാണ് കേട്ടോ. ഇനി നമുക്ക് സൈഡിലൂടെ നടന്ന് ടവർ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് കയറണം. അപ്പോൾ ടവർ ബ്രിഡ്ജിന്റെ ഇതുവരെ നോക്കിയാൽ നമുക്ക് ടവർ ബ്രിഡ്ജിന്റെ ആ വിഷ്വൽ കാണാൻ പറ്റും. 244 മീറ്റർ നീളമുള്ള ബ്രിഡ്ജിന്റെ പ്രധാന ആകർഷണം 61 മീറ്റർ ഉയരത്തിലുള്ള ഇരട്ട ടവറുകളാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്നുള്ള സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലൂടെ നടന്ന്, നമ്മൾ സൈഡിൽ കാണുന്ന വിഷ്വൽസ് ആണ് ഇതൊക്കെ. വളരെ മനോഹരമാണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് കാണാനുണ്ട് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങേ അറ്റത്താണ് ഈ ടവർ ബ്രിഡ്ജ്. അവിടെ വരെ നമുക്ക് നടക്കണം. നല്ല തണുത്ത കാറ്റും നല്ല ഐസ് പോലെ മരവിപ്പിക്കുന്ന തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഈ തണുപ്പൊക്കെ അങ്ങോട്ട് സഹിച്ചങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. മുകളിലോട്ടായിട്ട് ഒരു 3-4 ഇതുപോലുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് മുകളിലോട്ട് കയറി നമ്മൾ മുകളിലെത്തണം ടവർ ബ്രിഡ്ജിൻ്റെ ആ ഒരു നിരപ്പിലേക്ക് എത്താനായിട്ട്. മുകളിൽ എത്തിയാൽ നമുക്ക് കുറച്ച് ദൂരം കൂടി നടന്നിട്ട് വേണം ആ എൻട്രൻസിലേക്ക്, പാലത്തിൻ്റെ അവിടേക്കുള്ള ആ ഒരു എൻട്രൻസിലേക്ക് കടക്കാനായിട്ട് കേട്ടോ. നമ്മൾ ആ സൈഡിലൂടെ കടന്ന് ആ റിവറിൻ്റെ സൈഡ്, പാലത്തിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്നത് തന്നെയാണ് പാലം. അവിടെ നിന്ന് നമുക്ക് റിവറിലേക്കുള്ള ആ ഒരു വ്യൂ വളരെ മനോഹരമാണ് കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള തണുത്ത കാറ്റാണ്, നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചരിത്രപ്രസിദ്ധമായ ലണ്ടൻ ടവർ ബ്രിഡ്ജിന്റെ മുകളിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇതാണ് ചെറിയൊരു എൻട്രൻസ് ആണ് ആ ബ്രിഡ്ജിലോട്ട് കിടക്കുന്ന ആ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ ഇതാ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജ്. ഈ പാലമാണ്, ഇവിടെയാണ് വലിയ കപ്പലുകൾ വരുമ്പോൾ പാലം രണ്ട് വശത്തേക്കും മധ്യഭാഗത്ത് നിന്ന് പൊങ്ങുന്നത് കേട്ടോ. അങ്ങനെ ലണ്ടൻ ടവർ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് സെൽഫിയും വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിലെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു. ഒത്തിരിയേറെ വിസിറ്റേഴ്സാണ് ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ കാണുന്ന ഒരു നടുവിലൊരു വര കണ്ടോ, ആ ഒരു ഭാഗമാണ് രണ്ട് സൈഡിലോട്ടും ഏതാണ്ട് 84 ഡിഗ്രി ചെരിഞ്ഞാണ്, അത്രയും ഡിഗ്രി ഉയരത്തിലാണ് ചെരിഞ്ഞ് ഈ ലണ്ടൻ ബ്രിഡ്ജ് രണ്ട് സൈഡിലോട്ടും വലിയ കപ്പലുകൾ വരുമ്പോൾ ഓപ്പൺ ആകും. കുറച്ചു നേരം തലയിലെ ക്യാപ്പൊക്കെ മാറ്റി നിന്നപ്പോഴേക്കും നല്ല ഐസ് കട്ട പോലെയായി. പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം തണുപ്പ് സഹിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഊബർ ബോട്ട് അതിലേക്ക് കടന്നു പോകുന്നുണ്ട് പാലത്തിൻ്റെ അടിയിലൂടെ. അതിലൊരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ. ഇതിന് ഹൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പാലം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഹൈറ്റുള്ള കപ്പലുകൾ വരുമ്പോഴാണ് പാലം ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായ വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഇത്തിരി നേരം നമ്മളവിടുത്തെ ശുദ്ധമായ വായു ശ്വസിച്ച് ആ കാറ്റൊക്കെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്ന് സെൽഫിയും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഈ പാലം മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് ഉയർത്തിയിട്ടാണ് വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. സൈഡിൽ കാണുന്ന രണ്ട് വലിയ ടവറുകൾക്കിടയിലാണ് പാലത്തിൻ്റെ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്ന വിധം മറ്റു ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ടാണ് 84 ഡിഗ്രിയിൽ ചെരിവിൽ ഈ പാലം ഓപ്പൺ ആകുന്നത് കേട്ടോ. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്തു. നമ്മളതിൻ്റെ വ്യൂസൊക്കെ കണ്ടു. ഇനി നമ്മൾ മെല്ലെ ലണ്ടൻ സിറ്റി ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ലണ്ടൻ വിശേഷങ്ങളുമായിട്ട് വരാം. ഓക്കെ, ബൈ.